ഹായ്, ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സൂക്ഷിക്കട്ടാ, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ നല്ലോണം സേഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാലേ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മുട്ടക്കറിയാണ് കേട്ടാ. അത് വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറി എങ്ങനെ വെക്കാന്നുള്ളതാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇത് ഉച്ചയൂണിനായാലും വേറെ എന്ത് നമുക്ക് ചായക്ക് കൂട്ടാനുള്ള എന്ത് പലഹാരത്തിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ് കേട്ടാ. നല്ല എരിവും പുളിയോ എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്കത് എല്ലാ ചോറിന്റെ കൂടെ ആയാലും ഒക്കെ ഉപയോഗിക്കാം. മുട്ടയുടെ കൂടെ നമ്മള് കോമ്പിനേഷനായിട്ട് അതിലിടുന്നത് എന്താന്ന് വെച്ചാല് മാങ്ങയാണ് കേട്ടാ. അപ്പൊ മുട്ടയും മാങ്ങ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ലൊരു ഉച്ചയൂണിന്റെ കറി അല്ലെങ്കിൽ പലഹാരത്തിന് ഒരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് കേട്ടാ ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാട്ടെ. നമുക്ക് സാധാരണ ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാം ആ അടിസ്ഥാനമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനും വേണ്ടത് കേട്ടാ. അപ്പൊ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ചുമന്നുള്ളി ചതച്ചതുണ്ട്, പിന്നെ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, അതുപോലെ മാങ്ങ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്, പിന്നെ ആവശ്യത്തിന് മല്ലി, മഞ്ഞൾ, മുളക് ഇട്ടാ, പിന്നെ ഇത്തിരി തേങ്ങ, ഒരു 10 മണി പെരിഞ്ചീരകം ഇട്ടിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടി അരച്ചതാണ് കേട്ടത്. അത് നല്ലോണം അരയണം കേട്ടോ, അല്ലാതെ അങ്ങനെ തരിതരിയായിട്ട് കിടക്കരുത്, നല്ല പോലെ അരഞ്ഞത്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് എത്ര മുട്ടയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കാം കേട്ടോ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ടോ നമുക്ക്. അപ്പൊ നമ്മള് ഒരു പാത്രം എടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഈ മാങ്ങ ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചത്, ഇത് ഒരു വലിയ മാങ്ങ അല്ലെങ്കിൽ വലിയ മാങ്ങയാണെങ്കിൽ ഒന്നും മതി. അല്ലാച്ചെങ്കിൽ ചെറിയ മാങ്ങകളൊക്കെ ആണെങ്കിൽ ഒരു 2 മാങ്ങ എടുത്തിട്ട് കഷ്ണിച്ചതാണ് കേട്ടോ. ഇതിപ്പോ ഒരു 2 മാങ്ങയാണ്, 2 ചെറിയ മാങ്ങയാണത്. അത് നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോണ മാങ്ങയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാൽ മതി, അധികം തിളപ്പിക്കാതെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതേപോലെ ഉള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങയുള്ള കാരണേ ഉപ്പ് ഇത്തിരി നല്ലോണം വേണ്ടി വരും. പിന്നെ ഈ ഒരു 2-3 മുട്ടയല്ലേ, അപ്പൊ ഇതിനും എരിവ് നല്ലതാ. അപ്പൊ ഞാനിതിലൊരു 2 സ്പൂണ് നിറയെ, ഇങ്ങനത്തെ സ്പൂണില്ലേ അത് നിറയെ എടുത്തിട്ടുള്ള മുളക് പൊടി അത് കേട്ടാ. അതേപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അത് എത്രയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കളറിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മള് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി അത് തിരുമ്മി കൊടുക്കുക. മുട്ടയും മാങ്ങയും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി, വേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് നന്നായി തിരുമ്മി കൊടുക്കുക കേട്ടോ. തിരുമ്മി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കൈ വെച്ച് തിരുമ്മിക്കോട്ടെ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പൂണിട്ട് ഇളക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈ ആദ്യം തന്നെ നമ്മൾ നന്നായി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉദിക്കണില്ല. പിന്നെ നമ്മൾ കൈ വെച്ച് ചെയ്യണോ, ചിലവര് പറയണൊക്കെ കൈ വെച്ച് ചെയ്യാനായിട്ടൊരു മടിയുള്ള പോലെ, അങ്ങനെ വേണ്ട കേട്ടോ. കൈ വെച്ച് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇതൊന്നേ
വേവിച്ചെടുക്കട്ട. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാട്ടോ. അത്ര അധികം വെള്ളം വെക്കണ്ട, കാരണം നമുക്ക് ഈ മാങ്ങ അധികം വേവുണ്ടാവില്ല. അപ്പൊ ആ മാങ്ങ വേവിനോട് കൂടിയിട്ട് തന്നെ ഈ വെള്ളം ഒന്ന് ശരിക്ക് വറ്റി കിട്ടണം കേട്ടോ. അപ്പൊ അതങ്ങനെ അടുപ്പത്തിരിക്കട്ടെ കേട്ടോ. അത് നന്നായി ഒന്ന് തിളച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. അത് വളരെ എളുപ്പമായ കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ പറയുന്നത്. കാരണം നമുക്ക് എളുപ്പം ചെയ്യല്ലേ വേണ്ടത് എല്ലാ കാര്യങ്ങളും. ഒരുപാട് മരിച്ചു നേടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ മുട്ട ഈ സവാള ഇട്ടിട്ട് മുട്ട നമ്മൾ ഈ എന്താ പറയാ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കില്ലേ, അതും അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ചോറിന് കൂട്ടാനായിട്ട് ഉപയോഗിക്കണതാട്ടോ. നല്ല കറിയായിട്ട് തന്നെ ചോറിൽ കൂട്ടി കഴിക്കാനും അതുപോലെ വേറെ എന്തിൻ്റെ കൂടെയാണെങ്കിലും മുട്ടയുള്ള കാരണം കൊണ്ടേ കഴിക്കുക. ഈ പുളിരസം അധികം ഇഷ്ടമില്ലാത്തവർക്ക് പറ്റില്ല കേട്ടാ. ഈ അധികം പുളിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ചിലവർക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ ഒന്നും ചെറിയ പുളിരസം പോലും ഇഷ്ടമുണ്ടാവില്ല. ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ ആയാലും ഒന്നും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല കേട്ടാ. എന്നാലും ഈ ചോറിനൊക്കെ എല്ലാവർക്കും ഈ കറി നല്ല ഇഷ്ടമുണ്ടാവും കേട്ടാ. അപ്പൊ ഇതൊന്ന് ആയി വരട്ടെ കേട്ടാ. അത് തിളച്ചൊന്ന് വറ്റി വരുമ്പോ ബാക്കിയുള്ളത് പറയാട്ടാ. തിളച്ച് നന്നായി ഒന്ന് വറ്റിയിട്ടേ ഈ മാങ്ങ ഒന്ന് വേവും ചെയ്യണം. അപ്പൊ ഈ വെള്ളം ഒന്ന് വറ്റുകയും ചെയ്യും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താല് നല്ല രസമായിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് വേവട്ടെ കേട്ടാ. അപ്പൊ നമുക്ക് ഇപ്പൊ വരാൻ പോണത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആണല്ലോ ഇപ്പൊ വരാൻ പോണത്. അപ്പൊ ഈ ഒരു ആഘോഷങ്ങള് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യൂ ഇയർ ആണ്. അപ്പൊ ഇനി ഇവിടുന്നാണ്ട് എന്താ പറയാ നക്ഷത്ര വിളക്കുകളും കേക്കുകളുടെ ഒക്കെ ഒരു കാലാണ് വരുന്നത്. അപ്പൊ എല്ലാവരും ഈ നക്ഷത്രങ്ങളൊക്കെ തൂക്കി ക്രിസ്മസിനൊക്കെ വരവേൽക്കാനായിട്ട് തയ്യാറായില്ലേ. ഇവിടെ ഞങ്ങളും നക്ഷത്രമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൾബും മാല ബൾബുകളും വിളക്കുകളും ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ. ഏത് കാര്യമാണെങ്കിലും ഒരു ക്രിസ്മസിനായാലും അല്ലെങ്കിൽ ഓണം വിഷു അതൊക്കെ നമ്മള് ക്രിസ്മസ് ഒക്കെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ആഘോഷമല്ലേ. അപ്പൊ നമുക്ക് അതില് ഒരു നമ്മുടെ വീടും ഒന്ന് അലങ്കരിച്ച് ഒന്ന് ഭംഗിയാക്കി ക്രിസ്മസ് കൂടൊക്കെ ഒരുക്കി എന്താ പറയാ രാത്രി നമ്മള് ഈ ഉണ്ണിയേശുവിനെയൊക്കെ അതിൽ വെച്ച് ഒക്കെ അതൊക്കെ ഒരു വലിയ സന്തോഷമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യൂ ഇയർ ആണ്, ഈ പുതിയ വർഷം. അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇത്. അപ്പൊ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ദിവസത്തിന്റെ ഒരു അവസാനത്തോടു കൂടി കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു നല്ല ദിവസമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷത്തിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. അപ്പൊ പുതിയ വർഷം നല്ല വർഷമായിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടാ. അപ്പൊ ഈ ക്രിസ്മസിന് എല്ലാവരും ഒരുക്കങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടാ. കണ്ടാ മോളൊന്ന് പിടിച്ചാൽ നോക്കാൻ കണ്ടാ മാങ്ങ കണ്ടാ ഇത് നന്നായി വെന്തിട്ട് കണ്ടാ. പക്ഷെ അത് ഉടയാത്ത മാങ്ങയാണ് കേട്ടാ. പക്ഷെ മാങ്ങ നന്നായി വെന്തിട്ട് കണ്ടാ. ഇങ്ങനെ മുറിക്കുമ്പോ മുറിയണ കണ്ട മാങ്ങ കണ്ട വെന്തിട്ടുണ്ട്. പക്ഷെ ഉടയില്ല. ഇങ്ങനത്തെ മാങ്ങയാണ് കേട്ടാ നല്ലത്. ഇങ്ങനത്തെ കറി ഉണ്ടാക്കാനായിട്ട് മാങ്ങ മുഴുവതില് ഉടഞ്ഞരിഞ്ഞു പോയാ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അതാണ്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് ഈ അരപ്പില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പെരുംജീരകവും പിന്നെ ഒരു പച്ചമുളകും മഞ്ഞളൊക്കെ കൂടിയിട്ട് അരച്ചിട്ടുള്ള തേങ്ങ കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം കേട്ടോ.
മുട്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇതായിട്ട് തള വരട്ടെ. അപ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യാട്ടോ. കണ്ട അപ്പം അത് ചെറിയ രീതിയിൽ കണ്ട അങ്ങനെ തളച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ തള വരുമ്പോഴേ ഇങ്ങനെ തളച്ചിങ്ങനെ വരില്ലേ, അങ്ങനെ വരുന്ന നേരത്ത് നമ്മൾ ഈ മുട്ടയുണ്ടല്ലോ, മുട്ട കീറിയിട്ടിടുന്നവർക്ക് കീറിയിട്ടിടാട്ടാ. ശരിക്കും കീറിയിട്ടിട തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം ഇതിൽ നന്നായി കയറി പിടിക്കുകയും ചെയ്യും. ചിലവർ ഇങ്ങനെ ഇതിനെ ഓട്ടയാക്കിയിട്ട് ഇങ്ങനെ ചെറുതായി കൊത്തിയിട്ടേ ഈ മുട്ടയ്ക്ക് ഓട്ട പോലെ ഇങ്ങനെ കൊത്തിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ചോളും. പക്ഷെ എനിക്കിത് കഷ്ണം മുറിച്ച് കിടക്കുന്നത് കാണാൻ തന്നെ ഇഷ്ടട്ടാ. അപ്പൊ ഞാനത് അങ്ങനെ ഇടുന്നു കേട്ടാ. നിങ്ങളിത് അങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പൊ നമുക്കിത് ഓരോന്നും അങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിക്കാം, മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ അളവ് നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല കേട്ടാ. എത്ര എണ്ണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മുട്ട അങ്ങനെ പ്രത്യേകിച്ച് ഒരു എണ്ണ ഒന്നുമില്ല മുട്ടയ്ക്ക്. നമുക്ക് ഇഷ്ടമുള്ള അത്ര എണ്ണ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ ഒക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാട്ടാ. ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് ഒന്നേ തിളച്ചൊന്ന് പിടിക്കട്ടെ കേട്ടാ. അധികം തിളച്ച് ഇങ്ങനെ ഇതാവണ്ട, ഇതൊക്കെ ഉടഞ്ഞു പോവില്ലേ. അപ്പൊ അത് വേണ്ട, ചെറുതായി ഒന്ന് ഇതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് തെളിഞ്ഞാലേ നമുക്ക് അത് എടുക്കാട്ടാ. ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാലേ ഇറക്കിയിട്ട് അത് അതിനെ വറുത്തിടേണ്ട കാര്യങ്ങൾ ചെയ്യാട്ടാ. കറിയുടെ തിക്ക് കണ്ട ഇങ്ങനെ നല്ല കട്ടിയുള്ള കറിയായിരിക്കും. എന്നാൽ ഈ മുട്ട ഇട്ടിട്ടുള്ള വല്ലാതെ അങ്ങോട്ട് തിക്കാക്കി എടുക്കരുത് കേട്ടാ. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, നമുക്കതൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒന്ന് ഇപ്പം ഇതിൻ്റെ ഈ മുട്ടയുടെ ഉണ്ണിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് കണ്ട കട്ടിയുള്ള കറി കിട്ടുകയും ചെയ്യും. തേങ്ങ നന്നായി അരയണം കേട്ടോ. പിന്നെ തേങ്ങ ഒഴിച്ചിട്ട് നല്ലോണം കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടാ. അപ്പൊ കണ്ടില്ലേ ഈ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ട എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിരിക്കണ. ഇതിന് നല്ലൊരു ടേസ്റ്റ് ആവുക. ഈ മാങ്ങയുടെ പുളിയൊന്നും അധികം തോന്നില്ല കേട്ടാ. മാങ്ങയുടെ പുളിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ നല്ല ഈ മുട്ടയുടെ ഉണ്ണിയുടെ ഒരു ടേസ്റ്റും ഈ മാങ്ങയുടെ ഒരു ടേസ്റ്റും പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ ചോറിന് വേറൊരു കറി വേണ്ട. രാവിലെ തന്നെ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് കടിക്ക് കറിയായി. അതേപോലെ നല്ല ചോറിന് നല്ല ഉച്ചയൂണിന് നല്ല അടിപൊളി കറി, നല്ല എരിവ് പുളിയൊക്കെ ഉള്ള ഒരു കറി അതും ആയിട്ടാ. അപ്പം അങ്ങനെ ഇത് ചെയ്യാട്ടോ. അപ്പം ഇത് കണ്ട നല്ലോണം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇറക്കിയിട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കാട്ടോ. നമുക്ക് ഒന്നുമില്ല, നമ്മള് ഈ മീൻകറി അപ്പൊ നമുക്ക് ഇതൊന്ന് ഇറക്കാട്ടോ. ഇതിങ്ങനെ ഇറക്കിയിട്ടേ നമ്മള് മീൻകറി കാച്ചുന്ന പോലെ തന്നെയാണ് കേട്ടാ ഇത് കാച്ചിടുക. പക്ഷെ മീൻകറിയുടെ ടേസ്റ്റ് അല്ല കേട്ടാ വരിക. മീൻകറിയുടെ ടേസ്റ്റ് ഒരിക്കലും അതിന് വരില്ല കേട്ടാ. അപ്പൊ നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അത് നമ്മളിപ്പോൾ കറി വയ്ക്കാൻ ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് വെച്ചെങ്കിൽ ഇപ്പോൾ മീനൊന്നും കിട്ടിയില്ല അങ്ങനെയൊക്കെയുള്ള സമയത്താണ് വെച്ചെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് നല്ല ഉഷാറാവും. മൂന്നും നല്ല ഉഷാറാവും. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പപ്പടം വറുക്കേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാവും കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ചോറുണ്ണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളൊരു പുതിയ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവൂല്ലേ. അടുത്ത വർഷം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എല്ലാവരും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാവും. കുട്ടികളാണെങ്കിൽ പറയും ഞാൻ അടുത്ത കൊല്ലം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നന്നായി പഠിക്കും, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട്
നല്ലത് ചെയ്യും. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഞാനൊക്കെ എത്ര പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വരുത്തണം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ കുറെയൊക്കെ നമുക്ക് സാധിക്കില്ല കേട്ടാ. നമ്മളങ്ങനെ വിചാരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, സാധിക്കാറില്ല. എന്നാലും നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കണം, നല്ലതാട്ടോ. നമുക്ക് സാധിക്കുമോ എന്നൊക്കെ അറിയാലോ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുമോ? അതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഈ ഒരു വർഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഒരു റിസർച്ച് പോലെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു നോക്കുക. വിജയിക്കുകയാണെങ്കിൽ വിജയിക്കും, ഇല്ലെങ്കിൽ അത് കോട്ടയെന്ന് വിചാരിക്കുക. അത്രയുള്ള കാര്യം. ഇതിപ്പോ നമ്മൾ ആർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തീരുമാനിക്കണോ, നമ്മൾ തന്നെ ചെയ്യണോ, അത്രേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കാം. ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി മൂക്കട്ടെ. ഈ തവിയോണ്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് മൂക്കട്ടെ. അപ്പൊ നമ്മുടെ പുതിയ തീരുമാനങ്ങൾ എടുക്കലും നടപ്പാക്കാനും നമ്മൾ പരിശ്രമിക്കുന്നതും ഒന്നും വലിയ ചെലവില്ലാത്ത കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ തീരുമാനിക്കണം, നമുക്ക് തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കുന്നു. ഇത് വേറൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത എന്ത് മാറ്റങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുത്താട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങള് നമ്മളെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് വെച്ചെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് വേറൊരാൾക്ക് ദോഷം ചെയ്യുന്നതാവാതിരുന്നാൽ മാത്രം മതി. അത്രേ ശ്രദ്ധിക്കണ്ടോ. വേറെ കുഴപ്പമൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ കാര്യത്തിൽ. നമുക്ക് തന്നെ തീരുമാനിക്കാം, നമുക്ക് തന്നെ ഓരോന്ന് ചെയ്യാം. ഇതൊന്നും ആർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കൂട്ടാ. ഞാൻ കോഴി വളർത്തണം എന്ന് വിചാരിച്ചു, കോഴി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കോഴികൾ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിലെന്തോരം നമുക്ക് വരുമാനം കിട്ടി എന്നുള്ളത് വേറെ വിഷയം. വരുമാനം ഒന്നും വലിയ കാര്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് കോഴീനെ വളർത്തിയിട്ട് ഇതാക്കുമ്പോൾ നമ്മുടെ വീട്ടില് എനിക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ കോഴികളെ വളർത്തി എനിക്കൊരു ബുദ്ധിമുട്ട് വരാണ്ട് തന്നെ ഇഷ്ടംപോലെ കോഴികളും ഒക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് ഇവറ്റങ്ങളെ തന്നെ നമ്മൾ വളർത്തിയതല്ലേ, നമ്മളിങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ വളർത്തിയിട്ട് ഇവരെന്നെ ആ ഒരു 3 മാസം 4 മാസം പ്രായമാകുമ്പോഴേക്കൊക്കെ നമ്മൾ ഈ പൂവൻ കോഴികളെ കറി വെക്കാനൊക്കെ നോക്കണ്ടേ. പക്ഷെ ഞാനത് ചെയ്തില്ല. ഇതിൽ 1 വർഷമൊക്കെ കഴിഞ്ഞു, 2 വർഷമൊക്കെ ആവാറായി ഇവിടുത്തെ കോഴികള്. ഇതിപ്പോ കറി വെക്കാനൊന്നും പറ്റാത്തൊരു പരിപാടി. അങ്ങനെയായിട്ട് കാര്യമില്ല കേട്ടോ. ഞാന് എന്റെ ഒരു മനസ്സാക്ഷിയാണ്. ഞങ്ങള് നമ്മളെ കുട്ടികളെ പോലെ നമ്മൾ വളർത്തിയിട്ടേ ഇവിടെ ഒപ്പം കൊണ്ട് നടന്നിട്ടും എടുത്തിട്ടും ഒക്കെ വളർത്തിയിട്ട് അവര് വലുതായി വന്നപ്പോ നമ്മള് കറി വെക്കേണ്ട കാര്യമൊക്കെ വിട്ടുപോയി. ആ മനസ്സിലുണ്ട്. അപ്പൊ ആദ്യമൊക്കെ എന്നോട് ആളുകൾ ചോദിച്ചിരുന്നു കോഴീനെയൊക്കെ. അപ്പൊ ഞാൻ കൊടുക്കാണ്ട് വെച്ചു. എനിക്ക് പാവായിട്ട് ഇവരെന്നെ അങ്ങനെ കൊടുക്കാനൊക്കെ പാവായിട്ട് വെച്ചു. ഇപ്പൊ ഇവര് വലുതായിട്ട് ചെറുതാവാ പറയില്ലേ, മൂപ്പ് കൂടിയിട്ട് പിന്നെ അവര് വീണ്ടും ചെറുതായി വരുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ എപ്പോഴും ഉണ്ട് കേട്ടാ, അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ജീവികളെയൊക്കെ വളർത്തുമ്പോഴേ, മൃഗങ്ങളെയൊക്കെ വളർത്തുമ്പോ പശു ആണെങ്കിലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ അവറ്റനെ നമ്മള് വേറെ കൈമാറി കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് വളർത്തില്ല. അങ്ങനത്തെവരാണെങ്കിൽ വളർത്താതിരിക്കുക നല്ലത് കേട്ടാ. എനിക്ക് പറ്റിയ വളർത്താൻ ആർക്കും പറ്റാത്ത പറയുന്നത്. നമ്മള് കറി വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് വെട്ടാനോ ഒന്നും കൊടുക്കാതെ, ഇപ്പൊ ഈ ആടുകളൊക്കെ ആണെങ്കിൽ ആണാടുകളൊക്കെ ഉണ്ടായാല്, ഒറ്റനാടുകളൊക്കെ ഉണ്ടായാല് നമുക്ക് വീട്ടിലധികം വെച്ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിനൊന്നും നമുക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാവും, ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനത്തെ ജീവികളെ അങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവര് പിന്നെ ആ വളർത്തലിന് നിൽക്കരുത്. കാരണം പിന്നെ നമ്മള് വല്ല കൃഷിയാ വല്ല അങ്ങനെയൊക്കെ നോക്കാവും നല്ലത് കേട്ടാ. ലോക്ക്ഡൗൺ കാലത്തൊക്കെ ഞാന് എന്റെ ടെറസിന്റെ മുകളിലൊക്കെ നന്നായി കൃഷി ചെയ്തിരുന്നു കേട്ടാ. ഒരുപാട് എന്താ പറയാ വഴുതനങ്ങയും ഇതൊക്കെ, കുമ്പളങ്ങ, വഴുതനങ്ങ, കുറെ സാധനങ്ങൾ ഇവിടെ വിളയിച്ചെടുത്തു കേട്ടാ. ഞങ്ങള് ഈ വെള്ളരിക്കൊക്കെ ചെരവക്കായ, പടവലങ്ങ എല്ലാം ഉണ്ടായി കേട്ടാ. എല്ലാം നല്ലോണം ഉണ്ടായി. ഇപ്പൊ ഈ കുറെ അടുത്തടുത്ത് ഈ ന്യൂനമർദ്ദത്തിന്റെ മഴ വന്നില്ല അടുപ്പിച്ചടുപ്പിച്ച്, അപ്പോഴാണ് എല്ലാം കേടായി പോയത്. പിന്നെ ഈ കോഴികള്
ടെറസിന്റെ മുകളിലേക്ക് കയറാനും തുടങ്ങിയവര് മതിലുമ്പോ കയറിയിട്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ചെടികളൊക്കെ മേലുള്ള 10 മണി ചെടി വരെ അവര് നശിപ്പിച്ചിടുക. അപ്പൊ നമ്മൾ ഈ കോഴികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവരുടെ സമയാസമയത്ത് ഉപയോഗിച്ചില്ല വെച്ചെങ്കില് ഒരു കാര്യമില്ല. നമ്മളവരെ ഈ പാവക തോന്നിയിട്ടേ അയ്യോ പാവം തോന്നി വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കിത് ഈ കറിയിലേക്ക് ഈ പരുവാകുമ്പോഴൊന്ന് ഒഴിച്ചു കൊടുക്കാം. കറി കണ്ടില്ലേ? അപ്പൊ നമുക്കിനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കണമെങ്കിൽ നോക്കാം. കാരണം ഇതിപ്പോ മുട്ടയൊന്നും കാണില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ കണ്ട ഇങ്ങനെ തന്നെ കിടക്കൂട്ടാ. മുട്ടയൊക്കെ ഉടഞ്ഞു പോവാതെ ഇങ്ങനെ തന്നെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അതേപോലെ മാങ്ങ കഷ്ണം കണ്ട ഇങ്ങനെ കിടക്കും. ഈ മാങ്ങ കണ്ട ചില്ല് പോലെ ഇങ്ങനെ കിടക്കുള്ളൂ, അല്ലാതെ ഇത് ഉടഞ്ഞു പോവില്ല. എന്നാലോ ഇത് നല്ല മാതിരി വെന്തിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടാ ഇത് കറി വയ്ക്കുക. നല്ല എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ മാങ്ങ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. മുട്ട പിന്നെ നമുക്ക് വീട്ടില് കോഴിയുള്ളവർക്ക് ഉണ്ടാവുമല്ലോ. ചെങ്കിൽ കടയിൽ നിന്ന് വളരെ വില കുറവല്ലേ ഉള്ളൂ മുട്ടയ്ക്കൊക്കെ. അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടാ. നമ്മള് എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നതേ നമുക്ക് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സുഖങ്ങളോ ഒന്നും ഉണ്ടായിന്ന് വരില്ല. ജീവിതത്തിൽ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുകളും. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ അവസരത്തിലുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗമൊക്കെ ഇപ്പോഴിരുന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ നമുക്ക് അന്ന് ഭയങ്കര ദുഃഖമായിട്ട് നമ്മൾ അനുഭവിച്ചു വിട്ട കാര്യങ്ങളായിരിക്കും. അത് നീങ്ങി പോവാതെ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വിട്ട കാര്യങ്ങളായിരിക്കും പിന്നെയും പിന്നെയും. ആ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അറിയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. അതൊക്കെ സാധാരണ ഉള്ളതാണെന്നുള്ള പോലെ നമുക്ക് തോന്നും. ഓരോ ആളുകള് ഓരോ പെൺകുട്ടികള് കല്യാണം കഴിഞ്ഞ് പോയിട്ടൊക്കെ ചെറിയ കാര്യങ്ങളാവില്ല, അവരെ സംബന്ധിച്ചത് വലിയ കാര്യങ്ങളായിരിക്കും കേട്ടാ. അപ്പൊ അവര് അവിടെ ആത്മഹത്യ ചെയ്യുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കണില്ലേ. അപ്പൊ ഇത് പേപ്പറിലായാലും ടിവിയിലായാലും എന്നും ഇങ്ങനെ ഓരോ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ആളുകള് ആരായാലും നമ്മൾ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്ന സമയങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവൂട്ടാ. അതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാലേ, നമ്മളെ ഈ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു പ്രവണത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ആ ഒരു ആളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിയെത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനെയും അമ്മയുടെയും മുഖമാണ് കേട്ടോ. അവരവരുടെ സ്നേഹിക്കുന്ന ആളുകളുടെ മുഖമാണ് ആലോചിക്കേണ്ടത്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അവരുടെ മക്കള് ഭാരമാവില്ല. അത് അവര് ചിലപ്പോക്കെ നമ്മളോട് കഷ്ടപ്പാടിൻ്റെ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടാനും ഉള്ള കാര്യങ്ങളും ഒക്കെ നോക്കി വെച്ചെങ്കിലും കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അച്ഛനമ്മമാർക്ക് അവരുടെ മക്കൾ ഒരിക്കലും ഭാരമാവില്ല കേട്ടോ. അപ്പൊ അത് നിങ്ങള് അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് വെച്ചെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയിട്ടാ പിന്നെ നമുക്ക് ആ കാര്യങ്ങൾ ആരുടെയെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഇതെങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ എന്നൊന്നും നമ്മൾ ആളുകൾ ഇങ്ങനെ ഇരുന്ന് വിചാരിക്കില്ലല്ലോ. അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കൂലേ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു, ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആരാണെങ്കിലും കേട്ടോ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് വെച്ചെങ്കിൽ ആലോചിക്കുക. നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് ഒരു പ്രാവശ്യം നമ്മുടെ ചിന്ത ഈ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളെ മരിക്കില്ല. അങ്ങനെ ഒരു ആത്മഹത്യക്ക് പിന്നെ ശ്രമിക്കില്ല ആരും. പക്ഷെ പലരും അങ്ങനെ ഇരുന്നിട്ട് ഇനി ലോകാവസാനമാണ്, ഇനി എനിക്ക് ഒന്നും വേറെ മുന്നിലില്ല, ഇനി ഇത് തന്നെ ഒരു വഴിയുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളിലേക്ക് മാത്രം തന്നെ ചുരുങ്ങുമ്പോഴാണ് പലപ്പോഴും ഈ ആത്മഹത്യയുടെ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മള് എന്നെ കുറിച്ച് ചിന്തിക്കുന്നവർ പുറമെ നിൽക്കുന്നു എന്നൊരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാല്, എന്നെ കുറിച്ച് ചിന്തിക്കുന്നവർ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്നവരുണ്ട്, അവരെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചാൽ, ആ സമയത്ത് നമ്മൾ ആ ആൾക്കാരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷെ ഒരിക്കലും നമ്മൾ അത് ചെയ്യില്ല. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടി അങ്ങനെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ.
ചില കുട്ടികളൊക്കെ മരിച്ച കാര്യങ്ങൾ ഭർത്തൃ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടായ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പിന്നെ ആ കുട്ടികളെ ചിലപ്പോ ഇല്ലാത്ത കഥകളൊക്കെയാണ് ആളുകൾ പറഞ്ഞു നടക്കുക. അങ്ങനെയായിരുന്നു, ഇങ്ങനെ ആയിരിക്കാം, മറ്റതായിരിക്കാം. സത്യത്തിൽ ഇതൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരാളെ കിട്ടാതെ ബുദ്ധിമുട്ടിയ ഒരു സംഭവം മാത്രമായിരിക്കും അത്. അല്ലാതെ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ പലരും ചിന്തിച്ചു കൂട്ടുന്നതും അവരുടെ ശരികളാണ് അതിൽ കണ്ടെത്തുക നിങ്ങളുടെ മരണത്തിലൂടെ. അപ്പൊ അത് ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ കുട്ടികളൊക്കെ പുതിയ കല്യാണം കഴിഞ്ഞ് പോയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവില്ല നമ്മുടെ ജീവിതമൊക്കെ നമ്മുടെ കയ്യിൽ വരിക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഞെട്ടൽ മാറി കിട്ടാൻ തന്നെ ചിലപ്പോൾ ഒരു വർഷം 2 വർഷം പിടിക്കും. അപ്പൊ ആ ഒരു വർഷങ്ങളുടെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ വീണ്ടും വീണ്ടും പ്രഹരങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വരിക. അപ്പൊ അത് നമുക്ക് താങ്ങാൻ സാധിക്കാതെ വരുമ്പോഴാണ് പല കുട്ടികളും ഇങ്ങനെ ഓരോ ആത്മഹത്യകളിലേക്കുള്ള ചിന്ത വരുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തിനും ആത്മഹത്യ ചെയ്യണം? അത് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മളെന്തിനും മരിക്കണം? നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞാനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് നാളെ മുതൽ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കില്ല. ചിലർ മാത്രമായിരിക്കാം പറയാ അത് അങ്ങനെയായിരുന്നു കേട്ടോ, അങ്ങനെയായിരുന്നു. പക്ഷെ ചില ആളുകൾ അതിനും കഥ കണ്ടെത്താനും ആസ്വദിക്കാനും നടക്കുന്ന ആളുകളാണ് ഉണ്ടാവുക. അപ്പൊ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ മരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്കും കിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിനും കിട്ടില്ല നീതി. കാരണം എന്താ വെച്ചാല് നിങ്ങൾ മരിച്ചു കഴിഞ്ഞു, പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് നമ്മളിങ്ങനെ ഒന്നെങ്കിൽ സർക്കാരിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പൗരസമിതി ഉണ്ടാക്കി ആ പൗരസമിതിയിൽ ഒരു ചൂട് മാറുന്നത് വരെ അപ്പൊ ഒരു ബഹളം ഉണ്ടായി, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് അതിലൂടെ ഒരു കാര്യം കിട്ടുന്നില്ല. അപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട് വെച്ചെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ വെറുക്കുന്നവരെ കാര്യം നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെയല്ലേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ചിന്തിക്കുക, അല്ലാത്തവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിലും വിഡ്ഢികളാവുകയാണ്. പിന്നെ നാളെ സമൂഹത്തിന് പല രീതിയിൽ ചർച്ച ചെയ്യാനും അത് നമ്മളെ തന്നെ അമ്മാനാടാൻ ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ കുടുംബക്കാരത് കേട്ട് ടെൻഷൻ അടിച്ച് ദുഃഖിച്ച് എന്തിനായിരിക്കും ഇവളിത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ആലോചിച്ച് കുടുംബത്തിലുള്ളവര് മക്കളൊക്കെ അങ്ങനെ ചെയ്ത അച്ഛനമ്മമാര് സുഖിച്ച് ജീവിക്കുന്നതാണെന്നാണോ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്? ഒരിക്കലും ഇല്ല. അവർ ആ ദുഃഖം പേറി ജീവച്ഛവങ്ങളായിട്ട് അവരിങ്ങനെ നടക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതെ എല്ലാ മക്കളും കൂട്ടാ ആരാണോ ഇങ്ങനെയുള്ള സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്ന വെച്ചെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. നമ്മളെന്താ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറഞ്ഞതുപോലെ നമ്മള് പ്രതിസന്ധി നേരിടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം വരുമ്പോ പ്രതിസന്ധി നേരിടാൻ ഒന്നുമില്ല, ആ പ്രതിസന്ധിനെ നേരിടുക തന്നെ ചെയ്യുക. തരണം ചെയ്യാനായിട്ട് എന്ത് വേണം? പ്രതിസന്ധി നേരിടുക, അത്രേ അതിൽ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ ജീവനം അവസാനിപ്പിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും അതുകൊണ്ട് ഒരു പരിഹാരം ആവണില്ല. അല്ലെങ്കിൽ അതിന്റെ പേരിൽ വേറൊരാൾ കുറെ കാലം ജയിലിൽ കിടന്നിട്ടോ ശിക്ഷിക്കപ്പെട്ടിട്ടോ ഒന്നും ഇത് നമ്മുടെ കുടുംബക്കാർക്ക് അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവണില്ല. അപ്പൊ ചിലവരെന്താ ചെയ്യുക, ആ ശിക്ഷ കിട്ടി തന്നെ ഒരു അന്തസ്സ് വിചാരിക്കണവരുണ്ട്. കാരണം പണിയെടുക്കാതെ സുഖമായി അവിടെ ചെന്നിരുന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കുന്ന ചില മടിയന്മാരും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ജയിലിലേക്ക് തള്ളി വിടുന്നതുകൊണ്ടോ അവർക്കൊരു ശിക്ഷ വാങ്ങി കൊടുക്കുന്നത് കൊണ്ടോ ഇങ്ങനെ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിനോ വീട്ടുകാർക്കോ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ എല്ലാ പൊന്നു മക്കളായി നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടാ. അപ്പൊ നമ്മൾ ഈ പുതിയ വർഷത്തില് ഒരു പുതിയ ആളായിട്ട് ജീവിക്കും, അന്തസ്സായിട്ട് ജീവിക്കുന്നതിനെ തീരുമാനിക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് പരിഹാരമല്ല എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനിപ്പോ അതങ്ങനെ പറയാൻ കാരണം നമ്മൾ TV-യിൽ ഇങ്ങനെ കണ്ടിട്ടേ ഒരുപാട് വിഷമം തട്ടും നമുക്കത് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത്.
അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഈ കറി എല്ലാവർക്കും ഇഷ്ടമായിച്ചെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം, വിളമ്പി നോക്കാം എങ്ങനെ ഉണ്ടാവും കേട്ടാ. ചിലതിൻ്റെ ഉണ്ണിയൊക്കെ കൊഴിഞ്ഞു കൂട്ടുക, അത് നോക്കണ്ട. നല്ല അടിപൊളി കറിയൊക്കെ വെച്ചിട്ടേ നമ്മള് ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു മരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ജീവിക്കല്ലേ, നമുക്ക് ദൈവം തന്ന ജീവിതം എത്ര നമ്മൾ ആലോചിച്ചാൽ മതി. ഓരോ അസുഖമുള്ളവരും കഷ്ടപ്പെടുന്നവരും ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്യേണ്ട ആൾക്കാരും ഒക്കെ ജീവിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാന്ന് പറയണത് നമ്മുടെ അഹമ്മതി എന്നല്ല എല്ലാവരും പറയൂ. അപ്പൊ അങ്ങനെ ചെയ്യരുത് കേട്ടാ ആരും. അപ്പൊ ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കട്ടാ. ഇത് നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ വെക്കാം, അധികം പരിക്കൊന്നുമില്ല. അപ്പൊ എല്ലാവരും കണ്ടില്ലേ. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, ക്രിസ്മസിൻ്റെതായ കാര്യങ്ങളായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പൊ ഇത് ഞാൻ പൊന്തിച്ചു പിടിക്കാത്ത എന്താ വെച്ചിട്ട് അത് ഭയങ്കര ചൂടാ, കൈ കൊള്ളുപോയി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കൊച്ചു മക്കളൊക്കെ ആരൊക്കെയാണ് വെച്ചെങ്കിൽ അവരത് സീരിയസ് ആയിട്ട് കണക്കാക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്ത് വീഡിയോ കാണുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമല്ലോ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ട്ടാ. പിന്നെ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ട്ടാ. അപ്പൊ ക്രിസ്മസിൻ്റെതായ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വരാം ട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം. ബൈ.